തന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു ഓർമ്മയില്ല നിങ്ങളുടെ മാമ. അതെങ്ങനെ തനിക്ക് ഓർമ്മ വരും? ഞാനല്ലേ തന്നെ കണ്ടത്. തനിക്ക് എങ്ങനെ ഓർമ്മ വരാൻ? അല്ലടാ, ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ പരിചയം പുതുക്കാൻ വന്നതൊന്നുമല്ല. എടാ അതല്ല, ഇവനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നമ്മുടെ ജിൻസിയിലെ അച്ഛനാണോ? ഞങ്ങളെ എന്നെ ഓർമ്മ. എനിക്ക് ഒരുത്തന്നെ ഓർമ്മയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ ഞങ്ങളെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങാൻ നേരത്തെ ഒരു കുപ്പി ബിയർ കഴിച്ചില്ലേ? അത് എന്റെ അടുത്തായിരുന്നു. ബിയറാ? എടാ, ബിയറിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ വരുടാ. അത് നീ ആയിരുന്നാ? മക്കളെ താണ്ട് ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കില്ല കേട്ടല്ലോ. ഈ ജോലി എന്റെ വാപ്പയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നിന്റെ വാപ്പയ്ക്കാണ് ഈ ജോലി ഇവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. സാറിന് അറിയാം, സാർ ചെയ്തോളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖ, നീ എന്താ ഇവിടെ? ആ റഹ്മാനെ, നീ ഇവിടെ? പിന്നെ അല്ല, അച്ഛനറിയോ ആഷിഖിന്റെ വാപ്പയെ? പിന്നെ നിങ്ങളെങ്ങനെ പരിചയം? ഞങ്ങള് തമ്മില് ബാറിലുള്ള ബാറിലല്ല, ബാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പരിചയപ്പെട്ടതാ. അല്ലേ സുഖ? അതെ അതെ അതെ. എടാ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത് കേട്ടാ. ജോലി വേണമെന്ന് പറഞ്ഞു വന്നു. മകളുടെ കൂടെ വന്നിരിക്കുകയാണ്. അത് ചുമ്മാ ഇരുന്നോണ്ട് മോള് പറഞ്ഞ ജോലി വേണം. നോക്കിക്കളെ, നല്ല ജോലിയാണെന്ന് പറയുന്നു. ഓക്കെ. അതെ സുഗത, ദാ ഈ നിൽക്കുന്നില്ലേ, ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? പിന്നെ അറിയാതെ. എങ്ങനെ അറിയാം? ഇയാളെ ഈ പാറിന്റെ മൂലയ്ക്ക് സ്മാളടിക്കുന്ന പാർട്ടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം. ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടുണ്ടെന്ന്. താൻ വിശ്വസിച്ചില്ല. എനിക്കറിയാം. അതാണ്. നിങ്ങളിപ്പോ ബാർമേറ്റ്സ് ആയിരുന്നല്ലേ? ഞാനില്ല. ശരി, ആയിക്കോട്ടെ. ഇന്റർവ്യൂ ഉണ്ട്. സുഗത, പോയി കളയരുത് കേട്ടാ. വന്നിട്ട് നമസ്കാരം സാറേ. നമസ്കാരം. വാപ്പ, ഇതാണ് എന്റെ സാറ്. അല്ല സാറേ, ഇതാണ് എന്റെ വാപ്പ. വേണ്ട സാറേ. എന്ത് മോനെ കാണാൻ വന്നാണോ? അല്ല, ഇവിടെ എന്തോ മോൻ പറഞ്ഞു ഇവിടെ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അത് വന്നതാ. മറ്റേ സെക്യൂരിറ്റി പണിയില്ലേ സാറേ, അതങ്ങ് എന്റെ വാപ്പയ്ക്ക് അങ്ങ് കൊടുക്കുക സാറേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിളിച്ചോണ്ടോന്നു സാറേ. എന്റെ വാപ്പ ഈ പണി വല്ലാണ്ടങ്ങ് ആഗ്രഹിച്ചു. കുട്ടിക്കാലം തൊട്ടേ ഒരു സെക്യൂരിറ്റി ആവണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു ആളായിരുന്നു എന്റെ വാപ്പ. അതെ സാറേ, ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്റെ ഒരു ഫാഷനാ സാറേ. പാഷനാണെന്ന് സാറേ ഉദ്ദേശിച്ചല്ലേ? അല്ല സാറേ, ഇത് എന്റെ വാപ്പയുടെ പണ്ട് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് സാറേ. ഈ ജോലി വാപ്പയ്ക്ക് എന്നെ ഒന്ന് കൊടുക്കണം സാറേ. അതെ സാറേ, അതെ സാറേ. 20,000 രൂപ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ജോലിക്ക് തന്നെ സമ്മതിച്ചത്. 20,000? അല്ല സാറേ, പണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു പ്രശ്നമല്ലോ. പണമാണോ ഇവിടെ നമുക്ക് പ്രശ്നം? ഈ ജോലി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ വാപ്പ അത് അടിപൊളിയായിട്ട് ചെയ്യും. നമ്മള് വാപ്പ ഒന്ന് രക്ഷപ്പെടുമായിരുന്നേ. രക്ഷപ്പെടും, പക്ഷേ പണി എനിക്ക് കിട്ടും. സാറേ അങ്ങനെ പറഞ്ഞത്? സാറേ, ഞാനേ ഈ ജോലി നല്ല വൃത്തിയായിട്ട് ചെയ്യും. എല്ലാവരും ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയായിട്ട് ചെയ്യും. സാറ് പറയുന്നിടത്ത് നിൽക്കും, പറയുന്നവരെ കയറ്റിവിടും, പറയുന്നവരെ പറഞ്ഞു വിടും. അത് എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യും. സാറിന് എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അല്ല ആഷിക്കാതെ, ഈ സെക്യൂരിറ്റി ജോബ് ഉണ്ടല്ലോ, നമ്മുടെ ശരണ്യയുടെ അച്ഛന് കൊടുക്കാനാണ് ഞാനിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. ആ പുറത്ത് നിൽക്കുന്ന പട്ടാളക്കാരന് എന്റെ സാറേ, അയാൾ ഫുൾ ടൈം വെള്ളവാ. ഒരു എപ്പം നോക്കിയാലും ആ ബാറിനകത്ത. ആ ബാറിന് 24 മണിക്കൂർ ഈ കുപ്പിയൊക്കെ കൈ കിട്ടിയാൽ ഇങ്ങനെ കടിച്ചു പറിച്ച് കുടിക്കുന്ന ടീമാ. നമുക്ക് തന്നെ അറിയാം. അല്ല, അതിന് അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടറാ ഫാദർ. എന്റെ മോള്. അല്ല എന്താ കാര്യം? അല്ല, ഇവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു സെക്യൂരിറ്റിക്ക്. ഇയാളാ സാറേ? ഇയാളെ കണ്ണിലോട്ടൊന്ന് നോക്കിയേ. ഇപ്പൊ തന്നെ ഒരു 4 ബുക്ക് അടിച്ചിട്ടുണ്ട്. ഇയാളെ പാമ്പലോഷി എന്നാണ് വിളിക്കണേ. ഏതോ ബാറിൽ നിന്ന് തൂക്കിയെടുത്തോണ്ട് വന്ന വരവാണ്, കണ്ടറിയാം. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ എന്റെ അപ്പന്റെ കണ്ണു നോക്കി എത്ര പകടിച്ചിട്ടുണ്ട്. അയാൾ ഇതിനേക്കാളും വില കൂടിയായിരിക്കും. സാർ, ഈ ജോലിക്ക് എന്തുകൊണ്ട് യോഗ്യൻ എന്റെ അച്ഛനാണ് സാർ. അതെ, ഭയങ്കര യോഗ്യനാ. ഇങ്ങനെ പട്ടാളത്തിൽ നിന്ന് എങ്ങനെ പറഞ്ഞിട്ടേ ചോദിക്കും. ഇങ്ങനെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ റിട്ടേൺ ആക്കി പറഞ്ഞു വിട്ടത്. അങ്ങനെ സെക്യൂരിറ്റി കൊണ്ടുവന്ന് ഇവിടെ കള്ളം കയറിയ പോലെ അറിയത്തില്ല സാർ. ഉള്ളതിൽ ബെസ്റ്റ് എന്റെ വാപ്പ. ഈ കണക്ക് നോക്കുമ്പോഴത്തേക്ക് ഞാനല്ലേ സാറേ എന്നോട് നോക്കിയേ, എനിക്ക് തന്നെ തരണം. ഞാനൊരു നല്ല അന്തസ്സുള്ള തറവാട്ടി പെടുന്ന ആളാണ്. അത് സാറിന് കാണുമ്പോൾ മനസ്സിലാവില്ല സാറേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി. കൊണ്ടൊന്ന് ചാറ്റി നിർത്തിയാൽ മതി, അവിടെ നിന്നോളും.